നമസ്കാരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ചയാണ്. ഇതിൽ പങ്കെടുക്കുന്നതിനായി ഏതാണ്ട് 170ഓളം രാഷ്ട്രത്തലവന്മാരാണ് വത്തിക്കാനിലേക്ക് എത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വില്യം രാജകുമാരനും ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് അവിടേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന VVIPകളുടെയും ജനങ്ങളുടെയൊക്കെ തന്നെ സുരക്ഷ കാത്തുരക്ഷിക്കുക എന്നുള്ളത് ഇറ്റാലിയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. മുമ്പൊരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധത്തിലുള്ള അത്രയും കർശനമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇപ്പോൾ വത്തിക്കാനിൽ ഇറ്റാലിയൻ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. യുദ്ധവിമാനങ്ങൾ മുതൽ ഡ്രോണുകൾ തടയുന്ന സംവിധാനങ്ങൾ മുതൽ മിസൈലുകൾ വരെ ഉപയോഗിച്ചാണ് വത്തിക്കാൻ്റെ സുരക്ഷ ഇപ്പോൾ അവർ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്രത്തോളം സുരക്ഷ ശക്തമാക്കാമോ അത്രയും രീതിയിലുള്ള, അതായത് അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമായ രീതിയിലുള്ള സുരക്ഷയാണ് ഇപ്പോൾ വത്തിക്കാനിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ കെട്ടിടങ്ങളുടെയും മുകളിൽ തോക്കേന്തിയ സുരക്ഷാ ഭടന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. സംശയകരമായ സാഹചര്യത്തിൽ എന്ത് കണ്ടാലും അവർ അപ്പോൾ തന്നെ ഇടപെടും എന്നുള്ളത് ഉറപ്പാണ്. കൂടാതെ ഇന്ന് ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നത് ഡ്രോൺ ആക്രമണങ്ങളാണ്. അതുകൊണ്ട് തന്നെ വത്തിക്കാന് മുകളിൽ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഡ്രോണുകൾ എത്താതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോ ഏതെങ്കിലും ഡ്രോൺ കടന്നു വന്നാൽ അവയെ തകർക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ആകാശത്തും ഭൂമിയിലും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ നാറ്റോയുടെ ഈ യുദ്ധവിമാനങ്ങൾ ഈ മേഖലയിൽ ആകെ തന്നെ റോന്ത് ചുറ്റുന്നുണ്ട്. അവരും സംശയാസ്പദമായ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയാൽ അക്കാര്യം അപ്പോൾ തന്നെ സുരക്ഷാ സൈനികരെ അറിയിക്കുന്നതുമായിരിക്കും. ഏതാണ്ട് 8000ഓളം പോലീസുകാരെയാണ് വത്തിക്കാൻ്റെ സുരക്ഷയ്ക്കായി ഇപ്പോൾ അവിടെ നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് റോമിലെ പോലീസ് മേധാവി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 2000ഓളം പേർ മാത്രമാണ് യൂണിഫോം ധരിച്ചിട്ടുള്ളവർ. മറ്റുള്ളവർ മഫ്തിയിലായിരിക്കും സ്ഥിതിഗതികൾ വിലയിരുത്തുക. മാത്രമല്ല, ഇവിടെ വിമാനങ്ങൾക്ക് പറക്കാൻ അനുമതിയില്ലാത്ത നോ ഫ്ലൈ സോണിൻ്റെ ചുമതല ഇറ്റലിയിലെ വ്യോമസേനയെ ഏൽപ്പിച്ചിട്ടുണ്ട്. നാറ്റോ സഖ്യ സേനയുടെ വിമാനങ്ങളും ഇക്കാര്യം നിരീക്ഷിക്കും. സംസ്കാരം നടക്കുന്ന ശനിയാഴ്ച ദിവസം വിമാനങ്ങളെയും ഡ്രോണുകളെയും ഒന്നും തന്നെ അന്ന് വത്തിക്കാൻ്റെ ആകാശത്തിന് മുകളിൽ പറക്കാൻ അനുവദിക്കുന്നതല്ല. അതായത് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന എല്ലാ VVIPകളും ഒരു ദിവസം മുമ്പ് തന്നെ അവിടെ എത്തിച്ചേരാനാണ് സാധ്യത. ഇന്നത്തെ കാലത്ത് തീവ്രവാദി ആക്രമണങ്ങൾക്ക് വിവിധ രീതികൾ അവലംബിക്കുന്ന നിരവധി സംഘടനകളുള്ള ഒരു കാലഘട്ടത്തിൽ വത്തിക്കാൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അത്രയും ശക്തമായ സുരക്ഷയാണ് ഒരുക്കുന്നത്. മാത്രമല്ല, ഇവിടെ മറ്റൊരു പ്രത്യേകതയുള്ളത്, സാധാരണഗതിയിൽ മാർപ്പാപ്പമാർ അന്തരിക്കുമ്പോൾ അവരെ സംസ്കരിക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തന്നെയാണ്. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാകട്ടെ തൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് വത്തിക്കാന് കുറച്ച് പുറത്തുള്ള സെൻറ്റ് മേരീസ് മേജർ ബസിലിക്കയാണ്. അദ്ദേഹം സാധാരണഗതിയിൽ വിദേശയാത്രയ്ക്ക് പോകുമ്പോഴും അത് മടങ്ങിയെത്തിയതിന് ശേഷമൊക്കെ തന്നെ അവിടെ പോയി ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു ബസിലിക്കയാണ്. അതുകൊണ്ട് തൻ്റെ സംസ്കാരം അവിടെ നടത്തണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത്. ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത് വളരെ നേരത്തെ തന്നെ തുറന്നു വരുന്ന ഒരു രീതിയുടെ ഭാഗമായി അവർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. എന്നാൽ ഇത് നഗരത്തിൽ നിന്ന് കുറച്ച് പുറത്താണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയധികം VVIPകളുടെ സുരക്ഷ ഒരു തലവേദനയായി ഇറ്റാലിയൻ സർക്കാരിന് മാറുന്നു. പക്ഷേ അവയെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ നേരത്തെ തന്നെ അവർ ഇക്കാര്യത്തിന് വളരെ കൃത്യമായ തോതിലുള്ള എല്ലാവിധ സന്നാഹങ്ങളും സുരക്ഷയും എല്ലാം തന്നെ ഒരുക്കി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഇറ്റാലിയൻ സർക്കാർ അറിയിക്കുന്നത്. മാത്രമല്ല, വൻ ജനാവലിയാണ് കഴിഞ്ഞ ദിവസം മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. 8 മണിക്കൂർ വരെ ക്യൂ നിന്നാണ് 20,000ഓളം പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചത്. സംസ്കാരം നടക്കുന്ന ദിവസം 2 ലക്ഷത്തിലധികം വിശ്വാസികൾ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ സുരക്ഷയും ഒരു ചോദ്യചിഹ്നമാണ്. ഏതായാലും ഇറ്റാലിയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച ഈ ചടങ്ങുകൾ കഴിയുന്നവരെ അവർ സർവ്വ സുരക്ഷയും ഒരുക്കി ഈ ലോക നേതാക്കളെയും എത്തുന്ന വിശ്വാസികളെയും എല്ലാം തന്നെ സംരക്ഷിക്കാനുള്ള എല്ലാവിധ ഏർപ്പാടുകളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു.